സ്പിരിറ്റ് നിർമ്മാണശാല വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം പ്രതികരണമില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ജനങ്ങളും പ്രാദേശിക നേതൃത്വവും പരാതി അറിയിച്ചിട്ടില്ല. ജലചൂഷണം ഉണ്ടാവാൻ സാധ്യതയില്ലെന്നും ജനങ്ങൾക്ക് ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണമൊക്കെ കേട്ടു. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അതിനുള്ള പരിഹാര നിർദ്ദേശം എല്ലാം പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും അതിൽ പറയാനില്ല. സർക്കാർ എല്ലാം ക്യാബിനറ്റ് തീരുമാനിച്ചല്ലേ, പിന്നെ ഞങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അല്ല, അത് പരിഹരിക്കും, ആശങ്കകളൊക്കെ പരിഹരിക്കും. നമുക്കത് പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കും. വെള്ളത്തിൻ്റെ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും, ഇതൊക്കെ സാധിക്കും. അത് ആശങ്ക പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകും, അത് പരിഹരിക്കും. ഇപ്പോൾ സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, ചിറ്റൂർ MLA, ഈ സ്ഥലത്തെ MLA കൂടിയാണ് മന്ത്രി കൃഷ്ണൻകുട്ടി. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എലപ്പുള്ളി ചിറ്റൂർ ഭാഗത്ത് ജലചൂഷണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്കാജനകമാം വിധം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന വാദം. അങ്ങനെ ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നാണോ സ്ഥലം MLA കൂടിയായ മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത്? ശരത്, തീർച്ചയായും സ്ഥലം MLAയും മന്ത്രിയുമായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി ഇത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് എലപ്പുള്ളി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ യാതൊരു വിധത്തിലുള്ള ജലചൂഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരും പരാതി പറഞ്ഞിട്ടില്ല. നിലവിൽ മന്ത്രിസഭ യോഗമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത്. അതിൻ്റെ വിശദീകരണം അടക്കം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷും മുഖ്യമന്ത്രിയും നൽകിയതാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന കാര്യം തന്നെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ പ്രദേശത്തേക്ക് ആവശ്യമായ വെള്ളം പറമ്പിക്കുളത്ത് നിന്നും വാളയാർ ഡാമിൽ നിന്നും എത്തുന്നുണ്ട്. അതിനാൽ തന്നെ വരൾച്ചയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ പ്രശ്നങ്ങളും ഈ സ്പിരിറ്റ് നിർമ്മാണശാല വരുന്നത് കൊണ്ട് ഈ പ്രദേശത്ത് ഉണ്ടാവില്ല. യാതൊരുവിധ ആശങ്കയും ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന യാതൊരുവിധ ആശങ്കയും ഉണ്ടാവാൻ പാടില്ല എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം സർക്കാരും അതുപോലെ തന്നെ മന്ത്രി ഈ നാട്ടിലെ MLA എന്ന നിലക്കും ജനങ്ങൾക്ക് ദോഷകരമായ രീതിയിൽ യാതൊരുവിധ പദ്ധതിയും ഈ മേഖലയിൽ നടപ്പാക്കില്ല എന്ന കാര്യം കൂടെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരത്, ശരി, സച്ചിനാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.